എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID അവിടുന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ പളനി യാത്രയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതായിട്ട് നമ്മുടെ കുതിരവണ്ടിയിലൊക്കെ കയറി നമ്മൾ പളനി ചെന്നിട്ട് റൂം എടുക്കാനായിട്ട് പോകുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ എൻഡ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ റൂമുകൾ കയറി ഇറങ്ങി എന്നിട്ട് ഒന്നും റൂം കിട്ടുന്നില്ലായിരുന്നു. കാരണം ഇത് പളനി അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ പറഞ്ഞ് റൂമൊക്കെ സെറ്റാക്കിയിട്ട് പൂവൊക്കെ മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഒരു റൂം സെറ്റായിട്ടുണ്ട്. അതിനകത്ത് കയറി ഞങ്ങൾ ഒരുങ്ങി. ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫുൾ തിരക്കായിരുന്നു കേട്ടോ. പെട്ടെന്ന് എല്ലാവരും കുളിച്ച് റെഡി ആവണമായിരുന്നു, പിന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് എന്തായാലും എല്ലാവരും പെട്ടെന്ന് റെഡിയായി. ഞാൻ എൻ്റെ സ്ഥിരം ഒരു പാവാട ധാവണി സെറ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു ബ്ലൗസ് വാങ്ങി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉടുത്താണ് നമ്മൾ കല്യാണത്തിന് പളനി പാൻ റെഡിയായേ. അമ്മ പൂവൊക്കെ മണത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയായി. ഇനി ഞങ്ങൾക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മമാർ റെഡി ആയിട്ടുണ്ട്, ഞാനും റെഡിയായി, ഏട്ടനകത്ത് റെഡിയായി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിനി പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു. എനിക്ക് തമിഴ്നാട് ചെന്നപ്പോൾ ഫുഡ് റെഡി ആവുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം പണ്ട് നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം ടൂറിനൊക്കെ വരത്തില്ല. അപ്പോൾ കന്യാകുമാരിയിലൊക്കെ വന്നപ്പോൾ ഫുഡ് ഭയങ്കര അലമ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഫുഡ് റെഡി ആവുമോ എന്നുള്ള. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും അപ്പവും അവിടെ ഇരിപ്പുണ്ട്, അമ്മമാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം നല്ല വെയിറ്റിംഗ് ആയിരുന്നു ഫുഡിന് വേണ്ടി. നല്ല തിരക്കായിരുന്നു ആ ഹോട്ടലിൽ കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ചട്നിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ഓർഡർ ചെയ്ത പൂരിയുടെ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ കൈയിട്ടൊക്കെ വാരി. ഞങ്ങളെല്ലാം മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. അതുകൊണ്ട് അത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെന്ന്. നല്ല തിരക്കുള്ള ഹോട്ടലായിരുന്നു കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അവരുടെ ഫുഡിന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ആറ്റുനോറ്റ് കാത്തിരുന്ന് ഞങ്ങളുടെ മസാല ദോശ വന്നു ഗൈസ്. എന്നോ ടേസ്റ്റായിരുന്നു അറിയാം, കിടില ഫുഡായിരുന്നു. ഞങ്ങൾ ഈ മസാല ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റ് കാരണം ഞങ്ങൾ വീണ്ടും പൂരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ മസാല ദോശയുടെ കൂടെ ഉണ്ടായിരുന്ന റെഡ് കളർ ചട്നി. ഇത് എന്നാ ടേസ്റ്റാണെന്നറിയാമോ ഇതിന്. അവരുടെ റെസിപ്പിയൊക്കെ ചോദിച്ച് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാമല്ലോ. നടന്നില്ല. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിലെ ഫുഡിനോടുള്ള എൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി ഇവിടെ വെച്ചങ്ങ് മാറി. അടിപൊളിയായിരുന്നു. അവരുടെ പൂരിയും കിഴങ്ങ് മസാലയൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം ഞങ്ങൾ നല്ല പോലെ തട്ടി. എന്നിട്ട് അവിടുത്തെ ഒരു കിടിലൻ തമിഴ്നാട് കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ അമ്മമാരൊക്കെ അവിടെ നിന്ന് ഫുഡൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ലതയ്ക്കും മണിക്കും ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പളനിമല കയറാമെന്ന് കരുതിയിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി, ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ആൻറ്റി പറഞ്ഞു തൊട്ടടുത്തൊരു അമ്പലത്തിൽ പാലഭിഷേകമൊക്കെ നടക്കുന്നുണ്ട്, അവിടെ പോയി പൂജയൊക്കെ ചെയ്തിട്ടാണ് സാധാരണ എല്ലാവരും പളനിമല കയറുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരുടെ വാക്കും കേട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടാണ് പോയത്. കുറേ പൈസ അങ്ങനെയൊക്കെ പോയി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന്. കാരണം നമ്മൾ പളനിമലയിലാണ് പോയത്, അതുകൊണ്ട് നമ്മൾ അവിടേക്കാണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകുന്നെങ്കിൽ തൊട്ടടുത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണും, പക്ഷെ എന്നാൽ നമ്മൾ ഗുരുവായൂർ മാത്രമല്ലേ കയറാറുള്ളത്. ആ ഒരു പ്രതീതി എനിക്ക് തോന്നിയേ. പിന്നെ ഓരോരുത്തർ അവിടുന്ന് പൈസയുടെ ഓരോ കാര്യങ്ങൾ ആനെക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യിക്കുന്നതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആൻറ്റി പറഞ്ഞ കണക്ക് നമ്മുടെ റൂം എടുത്തുതന്ന ചേട്ടൻ്റെ കടയായിരുന്നത്. അതൊക്കെ പിന്നെ മനസ്സിലായി. പുള്ളിയുടെ കടയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് കുറേ സാധനങ്ങൾ, തേങ്ങയും ചന്ദനത്തിരി അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പാല്, അതൊക്കെ മേടിപ്പിച്ചു. അതൊക്കെ നമ്മൾ കരുതി ഭയങ്കര പുണ്യമായ കാര്യങ്ങളാണ്. എന്തുമായാലും നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറി അവിടുത്തെ ആചാരപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു ബില്ലിട്ട് തന്നു. എൻ്റെ ദൈവമേ, നല്ല കത്തി റേറ്റുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പൈസയൊക്കെ അടച്ചിട്ട് പുള്ളി പറഞ്ഞ അമ്പലത്തിലോട്ടാണ് ആദ്യം പോയത്. അപ്പം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, പളനി ചെല്ലുമ്പോൾ ഇത് കണക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്ന കേൾക്കാതെ നമ്മുടെ ഒരു രീതിക്ക് പോവുക ചെയ്യാന്നുള്ളേ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്ക് തോന്നിയില്ല ഇവിടെ കയറേണ്ട ആവശ്യമുണ്ടെന്ന്.
അങ്ങനെ നമ്മൾ ആ ഒരു അമ്പലത്തിൽ തൊഴുകയൊക്കെ ചെയ്തു. അതിനുശേഷം പാലഭിഷേകത്തിന് നമ്മൾ വാങ്ങിയ ഒരു പാല് അമ്പലത്തിൽ തന്നെ ഒരു ക്യാനുണ്ട്. അപ്പോൾ അവിടെ ഒഴിച്ചൊക്കെ വെച്ചു. കാരണം പിന്നെ നമ്മൾ പളനിയിൽ തൊഴുതിറങ്ങി വരുമ്പം ഇത് നമുക്ക് അഭിഷേകം ചെയ്തതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ആ പുള്ളിക്കാരി പറഞ്ഞത്. അത് ഈ അമ്മയാണ് നമ്മളെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നേ. പിന്നെ നമ്മൾ പുള്ളിക്കാരിക്ക് ഒരു ദക്ഷിണ എന്ന രീതിയിൽ പൈസയൊക്കെ കൊടുത്തു. പുള്ളിക്കാരി നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങും കേട്ടോ. നമ്മൾ കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരി ചോദിച്ചു തന്നെ വാങ്ങും. അങ്ങനെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പളനിക്ക് പോവുകയാണ്. പുള്ളിക്കാരി നമ്മളോട് വരത്തില്ല, കാരണം പളനി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറി പോകേണ്ടത്. അതുകൊണ്ട് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിട്ടു. അങ്ങനെ ഞാനും ഏട്ടനും അമ്മയും അപ്പവും മണിയമ്മയും കൂടി നമ്മൾ പളനിമല കയറാൻ പോവുകയാണ്. പളനി കയറുന്ന തൊട്ടുള്ള കുറേ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഒരു വീഡിയോസും എടുത്തില്ലെന്ന് തന്നെ പറയാം. കാരണം അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളങ്ങോട്ട് പോവുക. മലയാളിയാ. ഓ മലയാളി 20 പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് പറ്റിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും തിരക്കാതെ ട്രെയിൻ ടിക്കറ്റ് റിസർവ്ഡ് ആയ സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിരുന്ന സമയത്ത് റിസർവ് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയതല്ല. നമ്മൾ പളനിയിൽ ഒരു ഫെസ്റ്റീവ് സീസൺ ആണെന്ന് അറിയാതാണ് നമ്മൾ ഇറങ്ങിയത്. അവിടുത്തെ ഏറ്റവും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. അന്നാണ് ഞങ്ങൾ കെട്ടിപ്പറക്കി ഇവിടുന്ന് പളനിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് സാധനങ്ങളൊക്കെ വലിയ കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരക്ക് അപാരമായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് പളനിമല കയറുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും നടന്നാണ് കയറിയത്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മൊബൈൽസ് യൂസ് ചെയ്തുകൂടാ, വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം എനിക്ക് പേടിയായിരുന്നു എന്തെങ്കിലും പറ്റിപ്പോയി പിന്നെ അവർ ഫോണൊക്കെ പിടിച്ച് വെച്ചാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അതും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങളൊരു ഏകദേശം ഒരു 9:30-10 മണിയായപ്പം പളനിമല കയറിയിട്ട് ഞങ്ങളന്ന് ഇറങ്ങുന്ന 4:30-5 മണിക്കകത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്, തിരിച്ച് പളനിമല ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ അവിടുന്ന് വീഡിയോസ് എടുത്തില്ല. കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തു. അതായിപ്പോൾ കണ്ടേ. പിന്നെ ഞങ്ങൾ 4:30-ക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള സിറ്റുവേഷനാണ്. 4:30-ക്ക് ഞങ്ങളെല്ലാം കുഴഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മമാർ രണ്ടുപേരും നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട കുറച്ച് പായസവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ മറ്റേ കേബിൾ കാർ വഴി ഇറങ്ങത്തില്ലേ, അതുവഴി ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അതിനും നല്ല തിരക്കുള്ള ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പളനി പോകുമ്പം തിരക്കൊന്നും ഇല്ലാത്ത ദിവസം പോവുക കേട്ടോ. അമ്മയൊക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ കേബിൾ കാറിൽ കയറുന്നതിൻ്റെ ക്യൂ ആണിത്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗ് മോഷൻ ഇങ്ങനെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ചാൻസ് എത്താറാവാറായപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണിത് കേട്ടോ. അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുതെന്ന്. ദൈവമേ ഇതൊന്നും പ്രശ്നമാവായിരുന്നു ആദ്യമായിരുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാർ ഇറങ്ങുമ്പോൾ ദൈവമേ ഒരുമാതിരി വീഗാലാൻഡിൽ റൈഡ് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു മക്കളെ. നല്ല നല്ല താഴ്ചയാണ്. മേളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്ത് നോക്കുമ്പോൾ തല കറക്കുന്ന നമുക്ക് തോന്നും. ഒടുക്കത്തെ പേടിയായിരുന്നു എനിക്ക് കേട്ടോ. പിന്നെ എന്തിൻ്റെ അഹങ്കാരമായിരുന്നു എന്ന് ചോദിച്ചാൽ ട്രെയിൻ നടന്നിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് 6:30-ക്കായിരുന്നു ട്രെയിൻ നമുക്ക് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ കേബിൾ കാർ വഴി ഇറങ്ങിയത്. എന്തായാലും വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ദൂരക്കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നിടത്തുനിന്ന് കുറേ ദൂരെയാണ് നമ്മുടെ നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്ത സ്ഥലം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് പോയി. അതിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലത്തൊക്കെ ചെന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചു, 2 വടയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ ചായ എന്ന് പറഞ്ഞാൽ പോരാ, ഹോർലിക്സ് ആണ് കുടിച്ചത് കേട്ടോ.
ഭയങ്കര മധുരമായിരുന്നു. എന്തായാലും കൊള്ളാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ വേറൊരു ഫീലിംഗ് ആണ്. ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനൊക്കെ തോന്നി. എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വീണ്ടും നടന്ന് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കുറേ പൊരിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയെന്ന് പറയുന്നത് നമ്മുടെ റൂമിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്നു. റൂമിൽ ചെന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കേട്ടോ. കാരണം ഈ സാരിയൊക്കെ ഉടുത്തിട്ട് പിന്നെ ട്രെയിനിൽ കയറി ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഡ്രസ്സ് മാറി. പിന്നെ ഏട്ടനൊക്കെ ഒന്ന് കുളിച്ച് നമ്മൾ ദാണ്ടെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ചെരുപ്പൊക്കെ കളഞ്ഞു പോയി കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനം അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ചെരുപ്പ് കളഞ്ഞതിൻ്റെ അല്ല, ചെരുപ്പ് ഒറ്റയ്ക്കായി പോകത്തില്ലേ എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇടാമെന്ന് കരുതി. മറന്നുപോയി എൻ്റെ പൊന്നു മക്കളെ. വിശന്ന് പണ്ടാരം അടങ്ങിയിരുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പളനി ട്രിപ്പ് ഹാപ്പി ആയിരുന്നു വെച്ചാൽ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ കുറച്ച് സമയത്തിൻ്റെ കുറവുള്ളതുപോലെ തോന്നി. കാരണം ഒരു 9 മണിക്ക് കാണാമായിരുന്നു രാത്രി ട്രെയിൻ എന്നുണ്ടെങ്കിൽ പക്കാ കിടുവായിരുന്നു. കാരണം കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഇതിലൊക്കെ ഫുഡൊക്കെ ഒന്നുകൂടെ കഴിച്ച് കുറേ സാധനങ്ങളൂടെയൊക്കെ വാങ്ങി കെട്ടിപ്പറക്കി വരാമായിരുന്നു എന്ന് തോന്നി. എന്നിരുന്നാലും ഒരു അടിപൊളി യാത്രയായിരുന്നു ഞങ്ങളുടെ പളനി ട്രിപ്പ്. പ്രത്യേകിച്ച് എനിക്കും അമ്മയ്ക്കും. കാരണം ഞങ്ങൾ രണ്ടും, ഞാനും ലതികയും അമ്മയും, ഞങ്ങൾ രണ്ടും ആദ്യമായിട്ടായിരുന്നു പളനി വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. നമ്മൾ തിരിച്ചുള്ള ടിക്കറ്റും റിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ അമ്മ ദാണ്ടെ പളനിക്ക് ടാറ്റയൊക്കെ കൊടുക്കുകയാണ്. ലതിക അവിടെ നിന്ന് പായസമൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ചെക്കർ വന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അവിടുന്ന് കയറിയപ്പോൾ നമ്മുടെ സീറ്റിലൊക്കെ അവിടുത്തെ ആൾക്കാർ കയറിയിരിക്കുകയാണ് കേട്ടോ. അവർ നമ്മൾ പറയുമ്പോൾ ഒന്നും അവർ ഇറങ്ങത്തില്ല. അവർ നമ്മളെ വഴക്കൊക്കെ പറയും. അവസാനം ഒക്കെ വന്നപ്പോൾ ഞങ്ങളുടെ സീറ്റൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി ഗൈസ്. അങ്ങനെ രാത്രിയായപ്പോൾ ഒരു ഫുഡും ഇല്ലാതിരുന്നു. അവസാനം വിശന്ന് ഭണ്ഡാരം അടങ്ങി ട്രെയിനിൽ നിന്നായൊരു ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന അവരുടെ ഒരു സാധനം ഞങ്ങൾ കഴിച്ചു. വലിയ ടേസ്റ്റും കുന്തോന്നും ഇല്ലായിരുന്നു, എങ്കിലും കഴിച്ചു. അങ്ങനെ അമ്മമാർ ഇതാണ്ട് കിടന്നു. അപ്പവും മേളിൽ കിടപ്പുണ്ട്. ഞങ്ങളും ഉറങ്ങാനായിട്ട് കിടന്നു. അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ഇത്രയായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ പളനി ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രിപ്പോട് കൂടി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. കാരണം ഞങ്ങൾ വീണ്ടും പളനി പോകുമെന്ന്. ഒന്നുകൂടെ കുറച്ച് ടൈം കിട്ടുന്ന രീതിയിൽ ഒന്ന് ചെത്തണം എന്ന രീതിയിൽ ഞങ്ങളൊന്നുകൂടെ പളനി പോവും. അങ്ങനെ അമ്മേതാണ്ട് ഞങ്ങൾ രാവിലെ വെളുപ്പിനെയാണ് കൊല്ലത്ത് വന്ന് ഇറങ്ങിയ സ്റ്റേഷനിൽ. അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് ലതികയമ്മയെ ഞങ്ങൾ തിരിച്ച് മൺട്രോത്തുരുത്തൊക്കെ കൊണ്ടിറക്കി. എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ പളനി വിശേഷങ്ങൾ. വീഡിയോസ് കുറച്ചെടുത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോയായിരുന്നു, നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ചെടുത്തത്. അടുത്ത ട്രിപ്പ് പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈമൊക്കെ പ്ലാൻ ചെയ്ത് വലിയൊരു വ്ളോഗ് ഇടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമല്ലോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.